ഹലോ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ വേറെ ഐലൻഡിലൊക്കെ നിൽക്കുന്ന ടീച്ചേഴ്സിനെ ഈ മാലയിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡെവലപ്ഡായ ഒരു സിറ്റിയിലേക്ക് പോകുന്ന പോലെയാണ് കേട്ടോ. ഞാൻ തമാശ പറഞ്ഞതല്ല, സീരിയസ്ലി അത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും മാലയിൽ പോവാണ്. ഞാൻ മന്തിൽ ഇപ്പോൾ 2 മാസമായിട്ട് മാലയിൽ എല്ലാ മാസവും വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പോകുന്നത് മെഡിക്കൽ പർപ്പസാണ്. അങ്ങനെയാണെങ്കിലും പോയി കുറച്ച് നേരമൊക്കെ കറങ്ങി എന്തായാലും വൈകിട്ട് 4 മണിൻ്റെ ബോട്ടിന് മാത്രമേ തിരിച്ച് വരാറുള്ളൂ. കുറച്ച് ഷോപ്പിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. അപ്പോൾ അതിൽ ഞാൻ ഒരു മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈവനിങ് കഫേയിലെ ഫുഡാണ്. അവിടെ പോയ ഫുഡ് കഴിച്ചിട്ട് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറേയൊക്കെ ഈ ഓട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഇന്ന് വിക്ടറി ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ ഷോപ്സൊക്കെ അടച്ചിരുന്നു. പക്ഷേ ഉള്ള ഷോപ്പിലെല്ലാം ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. കുറേ നേരം ആലോചിച്ചു എന്ത് കഴിക്കും വെറൈറ്റി ആയിട്ടെന്ന്. അവസാനം നമ്മുടെ മലയാളികളുടെ സ്ഥിരം സ്വഭാവം ബിരിയാണിയിലേക്ക് ഞാൻ റീച്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെ ബിരിയാണി കഴിച്ചു. ഇന്നെനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ചതും തന്ന ഫുഡും. അവരതിൻ്റെ കൂടെ കുറച്ച് ഒരു അച്ചാറാന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തോ ഒരു സാധനം, അച്ചാർ പോലത്തെ ഈ മുളക് അച്ചാറെന്നാണ് പറഞ്ഞത്, ചില്ലി പിക്കിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള എന്തോ അച്ചാറും മുളകും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ നമ്മുടെ നാടിനെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല മൊമെൻ്റാണ് നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 4 മണി വരെ ഞാൻ മാലയിലുണ്ടായിരുന്നു. കറങ്ങി തിരിഞ്ഞ് കുറേ ടയേർഡായിട്ടാണ് തിരിച്ച് ഐലൻഡിലെത്തുന്നത്. ഈ ടയേർഡാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് വേറൊരു ഷോപ്പിൽ പോയി അങ്ങനെ പോയി നമ്മളങ്ങ് ടയേർഡായി പോകും. പക്ഷേ അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ.